ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മടിയന്മാർക്ക് പോലും സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു ABC ഐസ് ക്യൂബ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഇതിന് മുന്നേ ഞാൻ ABC ജ്യൂസ് ഉണ്ടാക്കിയിരുന്നു. അതിന് ഭയങ്കര നല്ല റിസൾട്ട് കിട്ടി എന്നുള്ള കമൻസാണ് കിട്ടിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചാനലിൽ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും. അത്യാവശ്യം നല്ല വ്യൂ കിട്ടിയൊരു വീഡിയോ ആണ്. അതേപോലെ തന്നെ നല്ല കമൻസും ആയിരുന്നു അതിന് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും അത് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ജ്യൂസായിട്ട് കുടിക്കുന്നവർക്ക് ജ്യൂസായിട്ട് കുടിക്കാൻ, ഇനി ജ്യൂസ് അടിച്ച് കുടിക്കാൻ മടിയുള്ളവർക്ക് എഫക്റ്റീവായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ റിസൾട്ട് അതേപോലെ തന്നെ നിങ്ങൾ കമൻറ്റിൽ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അറിയിക്കുക. എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവേത് ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ABC എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ആപ്പിള്, ക്യാരറ്റ്, ബീട്രൂട്ട്, ഇത് മൂന്നാണ് നമുക്ക് വേണ്ടത്. ഇത് ഫുള്ളൊന്നും നമുക്ക് ആവശ്യമില്ല, വളരെ ചെറിയ പീസസ് മതി. അതുപോലെ തന്നെ നമ്മളിത് ABC ജ്യൂസ് അടിക്കുന്ന സമയത്ത് ബീട്രൂട്ട് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പീസേ എടുക്കാൻ പാടുള്ളൂ. ഇല്ലയെന്നാണെങ്കിൽ അത് കുടിക്കാൻ ഭയങ്കര ചവർപ്പ് ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്കറിയാലോ, ബീട്രൂട്ട് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് പോലും ഒരു ചവർപ്പ് ഉണ്ടാവും അതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്തും നമ്മൾ വളരെ കുറവേ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഐസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരളവിനാണ് എല്ലാം എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഐസ് എന്ന് പറയുന്നത് ഒരാഴ്ചത്തിന് ഉപയോഗിക്കാനുള്ള ഐസ് മാത്രമേ ഉണ്ടാവും. അതിൻ്റെ നീരിനനുസരിച്ചിട്ടാണല്ലോ നമുക്ക് ഐസ് കിട്ടും. അപ്പോൾ 7 ദിവസത്തിനെല്ലാം ഉണ്ടാക്കി വെച്ചാൽ മതി. നിങ്ങൾ 7 ദിവസത്തിന് ശേഷം വീണ്ടും ഉണ്ടാക്കുക. അപ്പോൾ ആദ്യം ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കണം. നമ്മൾ മുഖത്തേക്ക് ഇടുന്ന സാധനം എന്തായാലും അത് നല്ല വൃത്തിയിൽ തന്നെ തയ്യാറാക്കി എടുക്കണം. ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾക്കറിയാലോ, ഈ അലർജിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാട് തരം സ്കിൻ ടൈപ്പ് ഉണ്ട്. ഓയിലി ഉണ്ട്, പിന്നെ ഡ്രൈ സ്കിൻ ഉണ്ട്, നോർമൽ സ്കിൻ ഉണ്ട്, സെൻസിറ്റീവ് സ്കിൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്കിൻ ടൈപ്പുകാർക്കും ചില സാധനങ്ങൾ അവരുടെ സ്കിന്നിന് സൂട്ടായി എന്ന് വരില്ല. നമ്മൾ ഒരുപാട് എന്താ പറയുക, ഫേസ് പാക്കെല്ലാം ഇടുന്ന സമയത്ത് ആളുകൾ ചോദിക്കാറുണ്ട്, ചേച്ചി ഇത്രയും ഫേസ് പാക്കുകൾ ഇടുന്നുണ്ടല്ലോ, അപ്പോൾ ഒന്നിന് റിസൾട്ട് ഇല്ലായിട്ടാണോ മറ്റേതിടുന്നത്, അങ്ങനെയൊക്കെ. അപ്പോൾ ഒരു സ്കിൻ ടൈപ്പിന് സൂട്ടാകുന്നത് മറ്റേ സ്കിൻ ടൈപ്പിന് സൂട്ടാവണമെന്നുണ്ടാവില്ല. അപ്പോൾ നമ്മളിടുന്ന പലതും നിങ്ങളെ സ്കിൻ ടൈപ്പിന് ഏതാണോ സൂട്ട് എന്ന് വെച്ചാൽ അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പെർമനൻറ്റ് റിസൾട്ട് കിട്ടും. പിന്നെ ഞാൻ എൻ്റെ ചാനലിലിട്ടിരിക്കുന്ന എല്ലാ വീഡിയോസും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ള വീഡിയോസാണ് എല്ലാം അധികവും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനങ്ങനെ ഒരുപാട് സൈഡ് എഫക്ട്സ് ഒന്നിനും വരാനും ചാൻസും ഇല്ല കേട്ടോ. അപ്പോൾ ആപ്പിൾ ഞാൻ ചെറിയ പീസസ്സായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളെല്ലാം ചെറിയ പീസസ്സായി കട്ട് ചെയ്തെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റ് ആയാലും ബീട്രൂട്ട് ആയാലും ആപ്പിളിനേക്കാളും കുറച്ചും കൂടി കട്ടിയുള്ള ഇതാണ്. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിക്കുന്ന സമയത്ത് അത് അടിഞ്ഞ് കിട്ടില്ല. നമുക്കിതിൻ്റെ എക്സാക്റ്റ് നീരാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് ചെറിയ പീസസ്സായി കട്ട് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ നീര് കിട്ടൂ. ഇല്ലയെന്നാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഇത് മൂന്നും ഗ്രേറ്റ് ചെയ്ത് ഒരുമിച്ച് പിഴിഞ്ഞെടുത്താലും മതി. അതായിരിക്കും കുറച്ചും കൂടി ഈസിയും. അപ്പം ഞാനിത് ഏതായാലും ഫുള്ള് ചെറിയ പീസസ്സായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇത് മുഖം ഉൾപ്പെടെ ശരീരം മുഴുവനും നിറം വെക്കാൻ സഹായിക്കുന്ന ജ്യൂസാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ തയ്യാറാക്കുന്ന ഐസ് ക്യൂബ്സ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ശരീരത്തിൽ മുഴുവനും തേക്കണം എന്നുണ്ടെങ്കിൽ അത് കുറച്ച് പണിയുള്ള കാര്യം തന്നെയാണ്, ഐസ് എടുത്തിട്ട് തേക്കുക എന്നുള്ളത്. മുഖത്ത് മാത്രം നിറം വെക്കാനാണെങ്കിൽ മാത്രമേ ഇത് എഫക്റ്റീവായിട്ട് കിട്ടും കേട്ടോ. അതേ സ്ഥാനത്ത് ഞാൻ പറഞ്ഞ ഇതിൻ്റെ ജ്യൂസ് കുടിക്കുക എന്നാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ശരീരം മുഴുവനും നിറം വെക്കാൻ സഹായിക്കും. അത് എന്താ പറയുക, ഉപയോഗിച്ചവർക്കെല്ലാം റിസൾട്ട് കിട്ടിയതിൻ്റെ തെളിവ് സഹിതം എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഇട്ട് അടിക്കരുത്. ഇതിൻ്റെ നീരാ ശരിക്കും വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിക്കുന്നേരം നമുക്ക് കുറച്ച് എന്തായാലും വെള്ളം ഒഴിക്കേണ്ടി വരും. അതുകൊണ്ട് അത് അടിയെ മാത്രമുള്ള വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു കോട്ടൻ്റെ തുണിയിലൂടെയോ അല്ലെങ്കിൽ അരിപ്പയിൽ കൂടിയോ അരിച്ചെടുക്കാം. ഇതിൻ്റെ കഷ്ണങ്ങളൊന്നും വീണു പോകാണ്ട്, അതായത് ആ നീരിൽ വരാതെ ഇതിൻ്റെ നീര് മാത്രം നമ്മൾ പിഴിഞ്ഞെടുക്കുക. അപ്പോൾ തുണിയിലാകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നീര് മാത്രം കറക്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഇതിൻ്റെ നീര് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. നീര് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മളിത് ഐസ് ക്യൂബ്സായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്കറിയാലോ, ഇത് നിങ്ങൾ രാവിലെയും രാത്രിയായിട്ട് ചെയ്യാനാണെങ്കിൽ കുറച്ചും കൂടി നല്ല ബെസ്റ്റ് റിസൾട്ടായിരിക്കും. അപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സാധനമാണ് ഇത് എന്നുള്ളത് ഇതിനെക്കുറിച്ച് അറിയുന്നവർക്ക് എന്തായാലും പറയാൻ വേണ്ടി പറ്റും.
പിന്നെ ഇത് എന്താ പറയുക, ഒട്ടും കട്ടയില്ലാണ്ട് തന്നെ അടിച്ചെടുത്താൽ മാത്രമാണ് ഇതിൽ ഒരുപാട് നീര് കിട്ടണമെന്നുണ്ടെങ്കിൽ ശരിക്കും അങ്ങനെ ചെയ്താലാണ് ശരിക്കും കിട്ടുക. അപ്പോൾ ഞാനിത് നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുന്ന ഐസ് ട്രേ ഉണ്ടല്ലോ, ഫ്രിഡ്ജിൽ വെക്കുന്ന ഐസ് ട്രേയിൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗ്ലിസറിനും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഗ്ലിസറിനും കൂടി ആഡ് ചെയ്താൽ നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് അത് ഒരുപാട് സഹായിക്കും. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള കച്ചറകൾ, നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസ് അങ്ങനെയുള്ളതെല്ലാം പോകാൻ വെറും ഈ ഗ്ലിസറിന് മാത്രം ഒരു കോട്ടൻ്റെ തുണിയിലിട്ടിട്ട് മുഖം തുടച്ചെടുത്തിട്ട് ഈ ഐസ് ക്യൂബ്സ് തേക്കുന്നത് നന്നായിരിക്കും. പക്ഷേ ഗ്ലിസറിൻ ഒരുപാട് പേരുടെ വീട്ടിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ റിസൾട്ട് ആയിരിക്കും. ഞാൻ അങ്ങനെയാണ് ഉപയോഗിക്കാറ്. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്തിട്ട് വെറും ഇതിൻ്റെ ജ്യൂസ് മാത്രം ദിവസവും മുഖത്തേക്ക് തേക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതാ നമ്മുടെ ഐസിൻ്റെ ട്രേയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു 5-6 ഐസ് ക്യൂബ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് നമ്മൾ നീരിനനുസരിച്ചിട്ടുള്ള ഐസ് ക്യൂബ്സ് മാത്രമേ കിട്ടൂ. അപ്പോൾ എത്ര ദിവസത്തിനാണ് നിങ്ങൾ തയ്യാറാക്കി വെക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഒരു 7 ദിവസത്തിന് നിങ്ങൾ മാക്സിമം തയ്യാറാക്കി വെച്ചാൽ മതി. ഒരുപാട് ദിവസം നിങ്ങൾ തയ്യാറാക്കി വെക്കണ്ടെന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ഒരു 6 ഐസ് ക്യൂബ്സ് കിട്ടിയിട്ടുണ്ട്. രാവിലെയും രാത്രിയും തേക്കുകയാണെങ്കിൽ നമുക്കതൊരു എന്താ പറയുക, ഒരു 3 ദിവസം തേക്കിയാൽ മാത്രമേ ഉണ്ടാവും. ഇത് നമുക്ക് ഐസാക്കിയിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ഇവിടെ ഐസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കളറ് കണ്ടാൽ തന്നെ നല്ല അടിപൊളി കളറാണ്. ഇത് ഓരോന്നോരോന്നെടുത്ത് നമ്മൾ മുഖത്തേക്ക് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ മുഖത്തേക്ക് മസാജ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നതിനോ നമ്മൾ ഉറപ്പായിട്ടും ഒരു 2 മിനിറ്റെങ്കിലും നമ്മുടെ മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തും കഴുത്തിലും നമ്മൾ തയ്യാറാക്കി തേച്ച് കൊടുക്കണം. അതായത് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കണം. ആ ഒരു തണുപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റീഫ്രഷ്മെൻറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇത് തേച്ചാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ. പിന്നെ ആരും നിർബന്ധിക്കുന്നൊന്നുമില്ല. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും സൂട്ടാവുമോ എന്ന് ചോദിച്ചാൽ എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് സൂട്ടാവുമോ എന്നുള്ളത് അറിയില്ല. പിന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് ഇത് വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും, ചിലർക്ക് കുറേ കഴിഞ്ഞാൽ മാത്രമേ റിസൾട്ട് കിട്ടും. കാരണം ABC ജ്യൂസ് ഇട്ടപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ചിലർക്ക് ഒരു 10-20 ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിലർക്ക് കുറച്ച് കാലം കുടിച്ചപ്പോഴാണ് റിസൾട്ട് കിട്ടിയത്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 20 ദിവസമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്യണം. അതിന് ശേഷം 2 മിനിറ്റ് മസാജ് കൊടുത്തതിന് ശേഷം അതൊരു 5 മിനിറ്റ് മുഖത്ത് വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് തുടച്ച് കളഞ്ഞാൽ മതി. ദിവസവും ഇതേപോലെ ഒന്ന് ചെയ്യുക, ദിവസവും ചെയ്യുക. അതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുള്ളായ വീഡിയോസ് ഞാൻ ഒരുപാട് ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുന്നേ ഇട്ട് ഒരുപാട് പിന്നെ ബീട്രൂട്ട് ബാത്തിങ് പൗഡർ ഉണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ജ്യൂസ്, അതിനെല്ലാം നല്ല ഒരുപാട് കമൻസാണ് കിട്ടിയത്. അപ്പോൾ നിറം വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫുൾ ബോഡി വൈറ്റനിങ്ങും അതേപോലെ തന്നെ ഫേസ് വൈറ്റനിങ്ങിൻ്റെ എല്ലാം വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അപ്പം ഞാനിതെൻ്റെ കയ്യിലാണ് ചെയ്ത് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് തുടച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഒരു നല്ലൊരു ഗ്ലോ കാണാൻ വേണ്ടി പറ്റും. ആ ഒരു ഗ്ലോ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും കിട്ടും. പക്ഷെ അത് പെർമനൻ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കുക കേട്ടോ. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ ജ്യൂസ് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് ചെയ്യരുത് കേട്ടോ. ഫ്രഷ് ആയിട്ട് തന്നെ ദിവസം അടിച്ച് കുടിക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.